ദേ ഇതാണ് എൻ്റെ പൗരോഹിത്യ പരിശീലനത്തിന് ആരംഭം കുറിച്ച ഇടം. എൻ്റെ മാതൃഭവനം, ഹോം ഓഫ് ലവ്. ഇന്ന് ഈ ഭവനത്തിലെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? വാ, കാണിച്ചു തരാം. എന്നിട്ട് സ്ലീഹ പറയുകയാണ്, ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള പരിമളവും മറ്റൊരുവന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള പരിമളവും. എന്നിട്ട് അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്, ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ്? അതായത് ഞങ്ങൾ ദൈവത്തിന്റെ പരിമളമാകാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്, പക്ഷെ ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവൻ ആരാണ്? ഹു ഈസ് ആഡിക്വേറ്റ് ഫോർ ദിസ് മിഷൻ? നമ്മൾ ആരും ആഡിക്വേറ്റ് അല്ല. ഇനാഡിക്വസി ഉള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും, അപര്യാപ്തതയുള്ള മനുഷ്യരാണ്. അപ്പോഴവിടെ നമ്മൾ എന്താണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ ചെയ്യേണ്ടത്? ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവിന്റെ ശക്തിയുടെ ഭാവമാണല്ലോ പൗരോഹിത്യം. ഇന്നത്തെ ലോകത്തിന് ദൈവത്തിന്റെ ശക്തി പകർന്നു നൽകുന്ന കൂദാശയാണ് പൗരോഹിത്യം. ജേക്കബ് ബ്രദറെ, കുർത്തയൊക്കെ ഇട്ട് നടന്ന ബ്രദർ ലോഹയൊക്കെ കിട്ടി ഒരു അച്ഛനെ ലുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ലോഹയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും കടന്നു വരുന്നത് ദൈവകരുണയാണ്. നമ്മുടെ കുറവുകളും വീഴ്ചകളും എന്തൊക്കെ ഉണ്ടായിട്ടും അതിൽ ദൈവം ഞങ്ങളുടെ മേൽ അവിടുത്തെ കരുണ കാണിച്ചു എന്നുള്ളതാണ് ഈ ലോഹയിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ എനിക്ക് പറയാനായിട്ടുള്ളത്, അനേകരുടെ പ്രാർത്ഥനയുടെ സമ്മാനമാണ് ഈ ലോഹ എന്ന് പറയുന്നത്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളും ഒപ്പം ഞങ്ങളുടെ ഇടവക ജനങ്ങളും അനേകം വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു സമ്മാനമാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ലോഹയിൽ ലുക്കിൽ മാത്രം അച്ഛനായ പോരല്ലോ, നമ്മൾ പ്രവൃത്തിയിലും മിശിഹായെ പോലെ അനുരൂപപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ നല്ല വൈദികരാകുന്നത്. ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്. ഓരോ സെമിനാരുകാരനെ സംബന്ധിച്ച് പൗരോഹിത്യത്തിൻ്റെ ഓരോ പടവുകളിലേക്ക് നടന്നു കയറുമ്പോൾ അത് അൾത്താരയോട് കൂടുതൽ അടുക്കുന്ന ഒരു അനുഭവമാണ്. നമ്മൾ നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മളെ തന്നെ അവരുമായി പങ്കുവയ്ക്കുന്നു. ഇത് തികച്ചും അനുഗ്രഹീതമായൊരു നിമിഷമാണ്. ഈ നിമിഷങ്ങൾ പൗരോഹിത്യത്തെ കൂടുതൽ സ്നേഹിക്കാൻ നമ്മളെ സഹായിക്കുകയും പൗരോഹിത്യത്തിലേക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ വളരാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ കന്യാകുമാരിയിൽ അച്ഛാ, ദേ ഇങ്ങനെ വലിയ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ഈശോയുടെ പൗരോഹിത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ പിള്ളേരായ ഞങ്ങളെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് അച്ഛനുള്ളത്? ആദ്യമായിട്ട് ഇന്ന് എനിക്ക് വലിയ സന്തോഷവും അഭിമാനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബ്രദേഴ്സ് പൗരോഹിത്യത്തോട് ഒരു സ്റ്റെപ്പും കൂടി അടുത്തു എന്നുള്ളതാണ് വലിയ സന്തോഷം നൽകുന്നത്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് ഒന്നാമതായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. രണ്ടാമതായിട്ട് നമ്മുടെ യുവാക്കന്മാർ ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു സമയത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ബ്രദേഴ്സ് പുരോഗതിരാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളിയുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ബ്രദേഴ്സിൻ്റെ ഇവരുടെ ആത്മാർത്ഥത, പൗരോഹിത്യത്തോടുള്ള താല്പര്യം, സഭയോടുള്ള താല്പര്യം കാണുമ്പോൾ കാലഘട്ടത്തിനനുസൃതമായിട്ട് നല്ല പുരോഗതിയായി തീരുവാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവർത്തനം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെ നമ്മുടെ പുറത്തായിരിക്കുന്ന ഈ ഒരു യുവാക്കന്മാരെ അവർക്ക് ബന്ധപ്പെടുവാനും അങ്ങനെ ഒരു വിശ്വാസം കൊടുക്കുവാനും
ഈ തലമുറയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം. ദേ, ഇതാണ് ഞങ്ങളുടെ ലോകം. പ്രാർത്ഥനകളും സന്തോഷങ്ങളും കളികളും തമാശകളും ഒക്കെയായി അങ്ങനെ ഇവിടെയാണ് ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. ദേ, പൗരോഹിത്യത്തിലേക്ക് ഒരു പടി കൂടി ഉയർത്തപ്പെട്ട ഞങ്ങളുടെ ചേട്ടന്മാരുടെ സന്തോഷം നിങ്ങൾ കാണുന്നില്ലേ? അതിനൊരു പ്രത്യേകതയില്ലേ? അങ്ങനെ ഈശോയുടെ സുവിശേഷത്തിൻ്റെ ആനന്ദം ഈ ലോകത്തോട് പ്രഘോഷിക്കുവാൻ ഞങ്ങളും കൊതിയോടെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം കേട്ടോ. ഞങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരുന്നു.